മാന്യ സദസ്സിന് എന്റെ വിനീതമായ കൂപ്പുകൈ. തോട്ടപ്പറമ്പിൽ ദമ്പതിമാർ എന്ന നാടകം ഇവിടെ ആരംഭിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് യുവദമ്പതിമാർ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് നമ്മുടെ വീട്. വാ, വലതുകാലം ചകത്തേക്ക് കയറ്. എല്ലാ സീരിയലുകളിലും എഴുതി മാത്രം എക്സ്പീരിയൻസ് ഉള്ള ഞാൻ ശരിക്കും ഒരു വീട്ടിൽ വലത് കാലോച്ച് കയറുന്നു. എനിക്ക് വയ്യ. അയ്യോ, ഏതാണിപ്പോ വലത്? വലതെന്ന് വെച്ചാൽ ലെഫ്റ്റ് അല്ലേ? അതോ റൈറ്റ് ആയിരുന്നു? എൻ്റെ റൈറ്റ് ഏതായിരുന്നു? പണ്ടാരം. ഇവളെന്താ തിത്തിയാണ് ഈ കളിക്കുന്ന ഇവിടെ? അല്ല, എന്താ കേറുന്നില്ലേ? സി മിസ്റ്റർ ഹബി, ഞാൻ ഘോരം വലതുകാൽ പ്രവേശനം സീൻസ് എഴുതിയ ആളാണ്. ബട്ട് അതിലൊക്കെ എനിക്ക് പോയി വലതുകാല് എടുത്തു വെക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഡിസൈഡ് ചെയ്യുമായിരുന്നു ഏതാണ് വലതുകാലെന്ന്. കല്യാണത്തിന് മുന്നേ വരെ മിണ്ടിയപ്പോ പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ. പാവം, ചിലപ്പോ ക്ഷീണം കൊണ്ടാകും. നീ ഇപ്പതേ ആ കാലെടുത്ത് വെക്ക്. Oh my god, my newly married couples. Congratulations. ആരാടാ നീ? എന്റെ വീട്ടിൽ എന്താ കാര്യം? മൊയിലാളിക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? മൊയിലാളിയോ? ആരുടെ മൊയിലാളി? ഓ യു സിലി മാൻ, എന്റെ കോസ്റ്റ്യൂം കണ്ടാൽ അറിയില്ല ഞാനൊരു ഷെഫാണെന്ന്. അങ്ങനെ ചുമ്മാ ആ പേപ്പർ ഷെഫ് ഒന്നും അല്ല കേട്ടോ. ഞാൻ വേൾഡ് റെനൗണ്ട് മിഷ്ലിൻ ഷെഫാണ്. കണ്ടോ എന്റെ 5 സ്റ്റാർ. അത് നീ 5 മിനിറ്റ് മുമ്പേ വരച്ചതല്ലേടാ? സത്യം പറ. അത് ഞാൻ ധൃതിക്ക് ഇറങ്ങിയപ്പോ കോട്ട് മാറിപ്പോയി. ഒറിജിനൽ സ്റ്റാറിലെ കോട്ടുണ്ട്, ശരിക്കും വീട്ടുണ്ട്. ഉണ്ടായാ മതി. അതാണോ ഇവിടുത്തെ വിഷയം? നിങ്ങൾ ഇരിക്കുന്നേ, ഞാൻ ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാം. ഇത് മിക്കവാറും അമ്മ ഒപ്പിച്ച പണിയാണെന്നാ തോന്നുന്നത്. ഓരോ കോടാലിന്റെ തല കെട്ടി വെച്ചോളും. മര്യാദക്ക് ഞാൻ തന്നെ ഹയർ ചെയ്താൽ മതിയായിരുന്നു. എന്താ ഹബി അവിടെ നിന്ന് ചിന്തിക്കുന്നേ? വാ, എന്റെ അപ്പുറത്ത് വന്നിരിക്കൂ. ആ, ദേ വരുന്നു. ഓ, ഒന്നിരിക്കാൻ പോലും സമ്മതിക്കില്ല. ആരാണിതിപ്പോ? ഹേയ് ബ്രോ, എന്റെ ഏട്ടത്തി എവിടെ? നീയോ? നിനക്കെന്താ എവിടെ കാര്യം? ഓ മൈ ഗോഡ്, ഏട്ടത്തി! ഞാനാണ് ഇവന്റെ ഒരേ ഒരു കുഞ്ഞു പെങ്ങൾ. ആൻഡ് യു നോ, ഞാൻ ചേച്ചി എഴുതിയ എല്ലാ സീരിയൽസും വള്ളി പുള്ളി വെച്ചാതെ എല്ലാ ദിവസവും കാണാറുണ്ട്. ആൻഡ് യു നോ, ഐ ആം എ ഫാൻ. ഹലോ ഉഷ. ആരാടോ തന്റെ ഉഷ? അല്ല, കുട്ടിയല്ലേ ഇപ്പൊ പറഞ്ഞ ഐ ആം എ ഫാൻ. എന്റെ ഒരു ഹ്യൂമർ സെൻസ്. നിങ്ങളുടെ ഹ്യൂമർ സെൻസ് വളരാനുണ്ടെന്ന് തോന്നുന്നു. സാരമില്ല, ദൈവം എല്ലാവർക്കും അങ്ങനെ കഴിവ് കൊടുക്കില്ലല്ലോ. ഏതാണ് ഈ അവതാരം? പോയി നീ നിന്റെ മമ്മയോട് ചോദിക്ക. വർഷേനെ എന്താ എൻഗേജ്മെന്റിനും പെണ്ണ് കാണാൻ വന്നപ്പോഴും കാണാൻ? ഞാൻ മമ്മയും പപ്പയും സ്റ്റേജിൽ നിന്ന് തറവാട്ടിലോട്ടേക്ക് വന്ന ടൈം എനിക്ക് മെയിൻ എക്സാം ആയിരുന്നു. അത് മിസ് ചെയ്ത് വരാൻ ഒരു വഴി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വരാത്തത്. അവിടെ ആയിരുന്നിട്ടും പക്ഷെ സീരിയൽ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയി. അയ്യോ, സീരിയൽസ് ആൻഡ് എഫേഴ്സ് ആർ മൈ ഫേവറേറ്റ് എന്റർടൈൻമെന്റ്. അതിലൊക്കെ കാണുന്ന പോലെ ഒരു കലിപ്പൻ. പിന്നെ ഫസ്റ്റ് മീറ്റ്, അതിൽ കാണുന്നു, സ്പാർക്ക് അടിക്കുന്നു, സെറ്റ് ആകുന്നു, പിന്നെ കല്യാണം. വൗ, വാട്ട് എ പ്ലോട്ട്. റെഡ് ഫ്ലാഗ് പ്ലോട്ട്സ് കണ്ടാൽ മനസ്സിലാവാത്ത കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ഒരു പെങ്ങളാണല്ലോ ദൈവമേ നീ എനിക്ക് തന്നെ. വാവ്, വാട്ട് എ ഫാന്റാസ്റ്റിക് സ്റ്റോറി ലൈൻ. എന്നാ ഞാൻ ഒരു സ്റ്റോറി ലൈൻ പറയട്ടെ. ദൊക്കബത്ത എന്ന മനോഹരമായ ഗ്രാമം. അവിടെ ഒരു സുന്ദരനായ ഷെഫ്. അവൻ ഒരു സകലകലാ വല്ലഭനായിരുന്നു. പിന്നെ അവളെ ഒരു സുന്ദരിയായ പെൺകുട്ടി. ഒരു ദിവസം അവൻ റോട്ടിലൂടെ ഇങ്ങനെ മന്ദം ഒരു ജാമിന്റെ കുപ്പിയൊക്കെ ആയിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ സുന്ദരിയായ പെൺകുട്ടി റോഡിന്റെ എതിർവശത്തൂടെ ഇവന്റെ നേർക്ക് നടന്നു നീങ്ങി. പെട്ടെന്ന് അവർ കൂട്ടിമുട്ടുന്നു. അവന്റെ കയ്യിലുണ്ടായിരുന്ന ജാം തെറിച്ചു പോയി ഫുൾ അവളുടെ വായിലേക്ക് വീഴുന്നു. അതിന്റെ ടേസ്റ്റ് കാരണം അവൾക്ക് ഇവനോട് അഗാധമായി പ്രേമമായി മാറുകയാണ്. സുഹൃത്തുക്കളെ, പ്രേമമായി മാറുകയാണ്. ദി എൻഡ്. എന്താ, സൂപ്പർ അല്ലേ? പുല്ല് പറയാൻ സമ്മതിക്കണ്ടായിരുന്നു. അവളുടെ കലിപ്പന്റെ കാന്താരി പ്ലോട്ടിനേക്കാൾ എത്രയോ ഭേദം. എന്തായാലും പറയാത്തെ? ഓ ഐ നോ, എല്ലാരും സ്പീച്ച്ലെസ് ആയതാണല്ലേ. വീണ്ടും ഏതൊരു കഴിവ്. സൂപ്പർ. ഇങ്ങനത്തെ ഹിഡൻ ടാലൻസ് ഒന്നും നീ പുറത്ത് കാണിക്കരുത്. ചിലപ്പോ കണ്ണ് തട്ടിയാലോ? പിന്നെ ഉറപ്പായും കണ്ണ് കിട്ടും. യു ഷുഡ് കീപ് ഇറ്റ് ഹിഡൻ ഫോർ എവർ. യെസ്, അതൊരു വാലിഡ് ആയ പോയിന്റ് ആണെന്ന് എനിക്കും തോന്നി. എന്തായാലും എന്റെ ഈ കഴിവിനെ പറ്റി നിങ്ങൾ ആരോട് പറയാനൊന്നും നിൽക്കണ്ട കേട്ടോ. പിന്നെ ഡയറക്ടേഴ്സൊക്കെ സ്ക്രിപ്റ്റിന് വേണ്ടി എന്റെ പിന്നാലെയായ പിന്നെ ആകെ ബുദ്ധിമുട്ടാകും. ഞാൻ എന്റെ കുക്കിംഗ് കരിയറൊക്കെ പിന്നെ ഉപേക്ഷിക്കേണ്ടി വരും. കുക്കിംഗ് കരിയർ ഉപേക്ഷിക്കേണ്ടി വരുമെന്നോ? ഓ മൈ ഗോഡ്, ഇറ്റ് വിൽ ബി സച്ച് എ ലോസ്. പേടിക്കണ്ട, ഞങ്ങൾ ഇത് ആരോടും പറയില്ല. അല്ല, നീ നേരത്തെ കൊണ്ടുവരാന്ന് പറഞ്ഞ ജ്യൂസിന്റെ ഓർമ്മിപ്പിച്ചത് നന്നായി. ഇന്നാ വലിച്ചു കുടിച്ചോ. ഇതെന്താ പച്ച കളറ്? സ്പിനാച്ചിന്റെ ജ്യൂസുകളാണോ? ഗ്രീൻ ആപ്പിൾ ആയിരിക്കും. എനിക്കില്ലേ ജ്യൂസ്? കുട്ടിക്ക് ഞാൻ ഇപ്പൊ കൊണ്ടുതരാം. ആൻഡ് ഇത് സ്പിനാച്ച് അല്ല കേട്ടോ, ഇത് പാവയ്ക്ക ജ്യൂസാണ്. ആരോഗ്യത്തിന് ബെസ്റ്റ് ആണ്. കൂടാതെ എന്റെ ഇറ്റലിയിലുള്ള റെസ്റ്റോറന്റിൽ ഇത് ബെസ്റ്റ് സെല്ലിംഗ് ജ്യൂസ് ആയിരുന്നു.
എന്റെ ജ്യൂസ് ക്യാൻസൽ ആക്കിക്കോ, വയറ് നിറഞ്ഞു. എന്റെ പൊന്നു മോനെ, വായി വെക്കാൻ കൊള്ളാവുന്ന മധുരമുള്ള എന്തെങ്കിലും കൊണ്ടുവരാവോ? ഹെൽത്ത് കോൺഷ്യസ് അല്ലാത്ത വ്യാളികൾ. എന്നാ ഞാൻ എന്റെ മാസ്റ്റർ പീസ് കുലുക്കി സർബത്ത് എടുക്കട്ടെ. ഓ, ആരാ? എടാ മോനെ, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാനാ നിന്റെ മഞ്ജുളേശ്വരി അമ്മായി. അമ്മായി എന്താ ഈ കോലത്തില്? യുഎസ് പോയതിനു ശേഷം ഞാൻ കുറച്ച് മോഡേൺ ആയി. നന്നായി, കേറി വാ. എന്തിയെ നമ്മുടെ തോട്ടപ്പറമ്പിൽ തറവാട്ടിലെ മരുമകൾ? ആ, മോളെന്താ ഇങ്ങനെ ഇരിക്കണേ? മൂത്തേരൊക്കെ വരുമ്പോ ബഹുമാനം കാണിക്കണ്ടേ? ബഹുമാനം മാത്രമല്ല അമ്മായി, ഞാൻ കുറച്ച് ജ്യൂസ് കൂടി തരാം. ഇന്ന് അങ്ങ് നീട്ടി കുടിച്ചോ. ഷോ, എന്നാ തങ്കപ്പെട്ട കൊച്ചാന്നേ വന്ന ഉടനെ ജ്യൂസ് ഒക്കെ തന്നിരിക്കുന്നു. It was at this moment that he knew. He fucked up. എന്റെ അമ്മായി മുഖത്തൊരു വൈക്ലഭ്യം. ഷോ, എന്തൊക്കെ നവരസങ്ങളാ മുഖത്ത് വരുന്നേ. അമ്മായി കഥകൾ പഠിച്ചിട്ടുണ്ടോ? അമ്മായി എന്താ ഓടണേ? ബഹുമാനം കിട്ടിയത് കൂടിപ്പോയി, കുറച്ച് ഒഴുക്കിക്കളയാൻ പോയതാ. അതെ, എനിക്ക് അമ്മായി എന്നെ ഇഷ്ടപ്പെട്ടു. 2 ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതിയെന്ന് പറയണേ ഹബി. ആ ശരി, പറഞ്ഞേക്കാവേ. ഞാൻ ഒന്ന് മമ്മിനെ കോൾ ചെയ്തിട്ട് വരാം. ഹലോ മോനു. അമ്മായി വന്നിട്ടുണ്ട്. മൈ ഫേവറേറ്റ് നാത്തൂൻ മഞ്ജുളേശ്വരി ആണോ? അതെ, ഞാൻ വിളിച്ചത് വേറൊരു കാര്യം ചോദിക്കാനാ. യെസ് മോനു, ആസ്ക്. ഐ ലൈക്ക് ക്വസ്റ്റ്യൻസ്. മമ്മിക്ക് ഈ ഷെഫിനെ അല്ലാണ്ട് വേറെ ആരെയും കിട്ടിയില്ലേ? വാട്ട് ഈസ് റോങ് വിത്ത് സുഷീന്ദർ? അവൻ ബെസ്റ്റ് ഷെഫാണ്. ഞാൻ ന്യൂസ് പേപ്പറിൽ കൊടുത്ത പരസ്യം കണ്ട് വന്നതാ. സുശീന്ദറോ? അതെ, ദാറ്റ്സ് ഹിസ് നെയിം. മൊത്തത്തിൽ പുള്ളിക്കാരൻ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ആ, ഇനി ശരിയായില്ലേ പറഞ്ഞു വിടാം. സുശീന്ദറിന്റെ കഴിവ് തെളിയിക്കാൻ നിങ്ങൾ അവന് കുറച്ച് ടൈം കൊടുക്കുന്നേ. ആ ശരി ശരി, ഞാനെന്നാ വെക്കുവാ. ഓക്കെ, ബൈ. ആ ഹലോ. എന്റെ മല്ലികയെ നീ എത്രയും പെട്ടെന്ന് വരണം. ഇവിടെ ഫുൾ പ്രശ്നമാ, എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. മഞ്ജു, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ എത്തണ വരെ നീ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കണം. ഞാനൊന്ന് എത്തട്ടെ. ഇന്ന് എല്ലാവർക്കും എന്റെ സ്പെഷ്യൽ സർബത്ത്. ഞാനുണ്ടാക്കിയ ജ്യൂസ് ഇത് ആരാ കുടിച്ചു തീർത്തേ? അത് ഞാനാ കുടിച്ചു തീർത്തേ. വാവ്, വണ്ടർഫുൾ. ആരാണ് ഈ ബ്യൂട്ടിഫുൾ ലേഡി? കണ്ടോ, ഇങ്ങനെ ഹെൽത്തി ജ്യൂസസ് കുടിച്ചാൽ ഇതേപോലെ സൗന്ദര്യം വളർന്നുകൊണ്ടിരിക്കും. എന്ത് ചെയ്യാനാന്ന്? പിന്നെ ഞാനാട്ടോ ഇവരുടെ അമ്മായി. അമ്മായിക്ക് ഞാനൊരു സർബത്ത് എടുക്കട്ടെ? ഓ, ഒന്ന് കുടിച്ചെന്റെ ക്ഷീണം മാറിയിട്ടില്ല. അമ്മായിക്ക് ഞാൻ ചായ ഇട്ട് തരട്ടെ? എന്തിനാ മോളെ? വേണ്ടെന്നേ. കണ്ടു ഹബി, അമ്മായി ചായ കുടിക്കുന്നില്ല. കീർത്തി, താൻ എന്നെ പേര് വിളിച്ചാ മതി. അയ്യോ, പേര് വിളിക്കാനോ? ശിവ ശിവ, ഉത്തമയായ ഭാര്യ എങ്ങനെ ഭർത്താവിന്റെ പേരൊക്കെ വിളിക്കുന്നേ? ഹബി ഇഷ്ടായില്ലെന്നുണ്ടേ ഞാൻ മാറ്റാം. ഏട്ടായി. അതും വേണ്ടേ? സൂര്യേട്ട. ഉത്തമയായ വാട്ട്? അയ്യോ, ഏട്ടതി പറഞ്ഞതാ ശരി. ഞാൻ FF-ലൊക്കെ കണ്ടിട്ടുണ്ടെന്നേ. ഉത്തമയായ കപ്പിൾസ്, കലിപ്പനായ ഹസ്ബൻഡ്, ഏട്ടാളിയാണെന്റെ ലോകം എന്ന് പറഞ്ഞടക്കുന്ന, എല്ലാം അനുസരിക്കുന്ന ഉത്തമയായ ഭാര്യ. വാവ്, കപ്പിൾ ഗോൾസ്. എന്തുവാ വർഷേ, നിനക്ക് വയ്യേ? ഓ, പിള്ളേർക്കൊക്കെ നല്ല ബോധമുണ്ട്. അവൾ പറഞ്ഞതാ കറക്റ്റ്. എന്റെ മരുമോളിൽ ഞാൻ നല്ലൊരു ഭാവി കാണുന്നുണ്ട്. ഞാൻ ചുമ്മാ എന്റെ കൊച്ചിനെ തെറ്റിദ്ധരിച്ചു. ഇത്രയും ബഹുമാനമുള്ള ഒരു കുട്ടിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മതി മോളെ, ഈ അമ്മായിക്ക് സന്തോഷായി. ഇത്രയും സ്നേഹമുള്ള ഒരു കുടുംബം വിളക്കി പോലും ഞാൻ കണ്ടിട്ടില്ല. എന്റെ സുശീന്ദരെ, താൻ എന്തിനാടോ ഇങ്ങനെ കരയണേ? No, call me Sush. അപ്പൊ സുശീന്ദർ അല്ലേ? അല്ല, ആണ്. പക്ഷെ അല്ല. താൻ എന്തെങ്കിലും ഒന്ന് പറയടോ. എനിക്ക് എന്നെ തന്നെ സുഷ് എന്ന് വിളിക്കാനാണ് ഇഷ്ടം. ഞാൻ ജപ്പാനിലായിരിക്കുമ്പോൾ അവിടുത്തെ എന്റെ കസ്റ്റമേഴ്സ് എന്റെ സുഷി തിന്ന് എന്റെ ഫാൻസായി മാറി. അങ്ങനെ അവരിട്ട പേരാണ് സുഷ്. സോ കോൾ മീ സുഷ്. അവിടെ വിൻഡോ സൈഡിൽ ആരോ. ഈ നട്ടുച്ചക്കും കള്ളന്മാരോ? ആരാടാ അവിടെ? ഞാനാ മോനെ, നിന്റെ അമ്മായി. എന്തിത്? അമ്മായിമാരുടെ സംസ്ഥാന സമ്മേളനമോ? എന്റെ മല്ലി. മീൻ മല്ലിപ്പൊടി? അതോ ഇനി മല്ലിയല്ലേ ആയിരിക്കോ? ചുട്ട മല്ലി ചുട്ടേസ്താന്തി, ചുട്ടേസ്താന്തി. ഇതെന്തുവാ, വേറെ സ്നേഹപ്രകടനം തീർന്നില്ലേ? എന്തായി? പ്രശ്നം ഗുരുതരമാണോ? ഉത്തമയായ കുട്ടിയാണെന്നാ തോന്നുന്നേ. ഫോണിൽ നീ ഇതല്ലല്ലോ പറഞ്ഞേ. അതപ്പോഴല്ലേ, ഇപ്പൊ അത്ര ഇല്ല. ഓ മൈ ഗോഡ്, ഇത്രയും പരസ്പരം സ്നേഹമുള്ള രണ്ട് അമ്മായിമാർ. ഓ യെസ്, എന്റെ ചെളിമഴ സീരിയലിന്റെ അടുത്ത എപ്പിസോഡിൽ ആഡ് ആക്കാൻ പറ്റിയ സീൻ. ഇവരുടെയും കൂടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ പൂർത്തിയായി. എന്താ മോനെ, എന്നെ കണ്ടിട്ട് നിന്റെ മുഖത്തൊരു സന്തോഷം ഇല്ലാത്ത? ആര് പറഞ്ഞമ്മായി സന്തോഷമില്ല എന്ന്?
ഇതിപ്പോ സന്തോഷം കുറച്ച് കൂടിപ്പോയതിന്റെ എക്സ്പ്രഷനാ. ഞാനോർത്തു സർബത്തിലെ ഇഞ്ചി അടിച്ചിട്ടാന്ന്. സർബത്തോ? എവിടെ? എനിക്കും വേണം. അയ്യോ ഇപ്പൊ തരാലോ. ഞാൻ ഒരെണ്ണം എക്സ്ട്രാ ഉണ്ടാക്കി വെച്ചതാ. ഇന്നാ വലിച്ചു കുടിച്ചോ, എന്റെ സ്പെഷ്യൽ സാധനമാ. ബാക്കിയുള്ളവർക്ക് ഞാൻ നോർമൽ സർബത്താ കൊടുത്തേ. നിങ്ങൾ കുടുംബപരമായി കഥകളി മാസ്റ്റേഴ്സ് ആണല്ലേ? അരെ വാ, എന്താ ഒരു എക്സ്പ്രഷൻ! എന്താടാ സാമദ്രോഹി നീ എനിക്ക് കലക്കി തന്നെ? അത് പിന്നെ എന്റെ ഇഞ്ചിപ്പുളി വെളുത്തുള്ളി സർബത്ത്, അതില് ചെറുതായിട്ട് ഇഞ്ചി കൂടിപ്പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ബട്ട് അങ്ങനെ വരാൻ വഴിയില്ല. ഞാൻ ആകെ 1 കിലോ ഇഞ്ചിയേ ഇട്ടുള്ളൂ. 1 ഗ്ലാസ്സില് 1 കിലോ ഇഞ്ചിയോ? എനിക്ക് നെഞ്ചെരിഞ്ഞിട്ട് പാടില്ല. അയ്യോ, എനിക്ക് വെള്ളം വേണേ. ദേ പുറത്ത് കിണറുണ്ട് അമ്മായി. ചുമ്മാ ഇരിക്കടി. ഓ, ഈ കുരുപ്പിന്റെ കാര്യം. എന്റെ പൊന്ന് സുശീന്ദരെ. അയ്യോ സുഷു എന്ന്. ഓ, എന്റെ തേങ്ങയെങ്കിലും ആകട്ടെ. താൻ ഇനി ദയവ് ചെയ്ത് വെറൈറ്റി പിടിക്കണ്ട. വീട്ടിലിപ്പോ വന്നവനെയും പോയവനെയും ഒക്കെ ഇവനീ പോക്ക് പോയ ഹോസ്പിറ്റലിൽ കയറ്റും. അമ്മായി ഓക്കെ അല്ലേ? അയ്യോ അമ്മായിക്ക് ഒന്നും പറ്റില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും ആരോഗ്യത്തിന് ബെസ്റ്റ് ആണെന്നല്ലേ നമ്മളിപ്പോ കണ്ടു. എന്നാ ഞാനങ്ങോട്ട്. ഓ, പെട്ടെന്ന് പൊക്കോ. ഞാൻ എന്നാ അങ്ങോട്ട് പോയി മല്ലിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കട്ടെ. എന്റെ മല്ലി, നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഇതിൽ കൂടുതൽ ഇനി എന്ത് പറ്റാൻ? വെളുത്തുള്ളിയുടെ നാറ്റം. ഒരു 2 ഹാൻഡ് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കാം, അതാകും നല്ലത്. നീ എന്തിനാ ഈ 1 കിലോമീറ്റർ ദൂരെ മാറി നിൽക്കുന്നേ? അത് പിന്നെ നിനക്ക് ശ്വാസം മുട്ടണ്ടെന്ന് കരുതിട്ടാ. അല്ല, നിന്നോടാരാ ആ ജ്യൂസ് മുന്നും പിന്നും നോക്കാതെ എടുത്ത് കുടിക്കാൻ പറഞ്ഞേ? അത് പിന്നെ സർബത്ത് എന്ന് കേട്ടപ്പോ. എന്റെ മല്ലി, ഈ വീട്ടിൽ കയറുമ്പോ നീ ഇത് ഓർക്കാം. റൂൾ നമ്പർ 1, പച്ചവെള്ളം അല്ലാതെ ഒരു ജ്യൂസും എടുത്ത് കുടിച്ചേക്കരുത്. അതെനിക്കിപ്പോ മനസ്സിലായി. വർഷേ, നീ കീർത്തിനെ വിളിച്ചിട്ട് വാ. ചായ റെഡി ആയിട്ടുണ്ട്. ആ ഏട്ടാ. എന്റെ ഈശ്വര, ഈ കുട്ടി ഇത് എന്താ ഇട്ടിരിക്കുന്നേ? ഞാൻ ഡ്രസ്സല്ലേ ഇട്ടിരിക്കുന്നേ? അയ്യോ ശരിയാണല്ലോ. എന്റെ മഞ്ജു, എന്താ മോളെ ഇത്? കല്യാണം കഴിഞ്ഞ പുതുപ്പെണ്ണ് ഇടുന്ന ഉടുപ്പാണോ ഇത്? അതെന്താ അമ്മായി, ഇതിനിപ്പോ എന്താ പ്രശ്നം? ഞാനും അതുപോലത്തെ ഷോർട്സ് അല്ലേ ഇട്ടിരിക്കുന്നേ. നിന്നെ പോലെയാണോ അവള്? പെമ്പിള്ളേർ അങ്ങനെ ഇട്ടൂടാ. ശിവ ശിവ, എന്താ ഇത്? എന്റെ പൊന്നമ്മായി, നിങ്ങൾ ചുമ്മാ ഇരുന്നേ. ഒരാള് അയാൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ് ആയിട്ടുണ്ട്. അല്ലാതെ ഇതൊക്കെ എന്ത് വർത്താനം അമ്മായി പറയുന്നേ? പരിഷ്കാരിയായ അമ്മായിക്ക് ഇത് എന്ത് പറ്റി? ഞാൻ മോഡേൺ ഒക്കെ തന്നെയാണ്, ബട്ട് കുടുംബത്തിൽ പിറന്ന മോഡസ്റ്റി വേണം നമ്മൾ ഫോളോ ചെയ്യാൻ. വാവ്, വാട്ട് ആൻ ഐഡിയ അമ്മായി. ഐ ലവ് ദാറ്റ്. ചെളിമഴയിലെ അടുത്ത എപ്പിസോഡിന്റെ തീം കുടുംബത്തിൽ പിറന്ന മോഡസ്റ്റി. വാവ്. എന്റെ മഞ്ജു, നീ അറിഞ്ഞോ? നമ്മുടെ ഉത്തമ വനിതാ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നതാ ആ ജലജയുടെ മോളില്ലായിരുന്നോ? ഏത്? നമ്മുടെ മറ്റേ കെട്ടിച്ച് വിട്ടതിന് ശേഷം തിരിച്ച് വീട്ടിൽ വന്ന് നിൽക്കുന്ന കൊച്ചോ? ആ അത് തന്നെ. അവള് ഡിവോഴ്സിന് നോട്ടീസ് കൊടുത്തെന്ന്. എന്റെ ഈശ്വര, എന്താ ഞാനീ കേൾക്കുന്നേ? എന്താ അമ്മായി, എന്താ കേട്ടെ? എന്റെ സുശീന്ദറെ, നീ ഇത് കേൾക്കണം. ജലജയുടെ മോളെ കെട്ടിച്ച് വിട്ടിട്ട് 1 മാസം കഴിഞ്ഞപ്പോ അവള് തിരിച്ച് വീട്ടിൽ വന്ന് നിൽക്കുക. കാരണം എന്താണെന്നറിയോ? അവളെ കെട്ടിയവൻ അവളെ തല്ലിയെന്ന്. ഇതൊക്കെ ഒരു കാരണമാണോ? ഭർത്താക്കന്മാരായ ചിലപ്പോ തല്ലി എന്നൊക്കെ ഇരിക്കും. അതിന് വീട്ടിൽ വന്ന് നിൽക്കണോ? വീട്ടുകാർക്ക് അതൊരു നാണക്കേടല്ലേ? ഞാൻ ആ കുട്ടി ചെയ്തത് ശരിയെന്ന് പറയൂ. ഡൊമസ്റ്റിക് വയലൻസ് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഓ പിന്നെ, പെമ്പിള്ളാരെ വരച്ച വരയിൽ നിർത്താൻ വേണ്ടി അവരുടെ ഭർത്താക്കന്മാര് ചിലപ്പോ കൈ ഓങ്ങിയെന്നും തൊഴിച്ചെന്നും ചവിട്ടിയെന്നും ഒക്കെ വരും. അങ്ങനെയാണെങ്കിൽ അമ്മ ഇപ്പൊ ഏത് വരയിലാ നിക്കുന്നേ? ചെറുക്കാൻ വേണ്ടട്ടാ. ചേടാ, അമ്മായി അല്ലേ വരച്ചു വരാന്നൊക്കെ പറഞ്ഞേ. ഐ ക്യാൻ സെൻസ് എ സ്റ്റോറി പ്ലോട്ട്. അഹങ്കാരിയായ ഭാര്യ ഭർത്താവിന്റെ ഇഷ്ടങ്ങളെ നിഷേധിക്കുന്നു. അപ്പോൾ അവൻ അവളെ തല്ലുന്നു. അവൾ ഇറങ്ങിപ്പോകുന്നു. അതിനുശേഷം ഡിവോഴ്സ്. പിന്നെ എത്രയും പെട്ടെന്ന് അവൻ വേറൊരു പാവമായ പെൺകുട്ടീനെ കെട്ടുന്നു. അവൻ പറയുന്ന എല്ലാം അനുസരിച്ച് നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നു. വാവ്, ഇത് കത്തും. ഇല്ലേ നമ്മൾ കത്തിക്കും. നിങ്ങൾ എന്തോ ഈ പറയുന്നേ? എന്റെ പൊന്നമ്മായി, ഒരാൾ അവന്റെ പാർട്ട്ണറിനെ തല്ലുന്നത് നല്ല കാര്യമായിട്ടാണോ നിങ്ങൾ കാണുന്നേ? അതിനെയാണ് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് വിളിക്കുന്നത്. ഒരു കേസ് ഫയൽ ചെയ്താണ്ടല്ലോ ജയിലിൽ പോയി കിടക്കും. അങ്ങനെയുണ്ടോ വകുപ്പ്? ആ ബെസ്റ്റ്. ആരോടാ ഞാനീ പറയണേ? അല്ല, രമണേട്ടൻ എനിക്കിതൊരു കേസ് കൊടുക്കില്ലല്ലോ അല്ലേ? അതാരാ? ആ കഥ നിങ്ങൾക്ക് അറിയില്ല അല്ലേ? ഹീസ് ആ ഹസ്ബൻഡ്. മാമന് 2 വീക്സ് പല്ലുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുമായിരുന്നു. അല്ല, എങ്ങനെയാ മാമന് പല്ലുവേദന വന്നേ? മഞ്ജു അമ്മായി 1 കിലോ ക്യാബേജ് കൊണ്ടുവരാൻ പറഞ്ഞത് മാമൻ കേട്ടത് ഗാർബേജ് എന്നായിരുന്നു. മാമൻ കൊണ്ടുവന്ന് കവർ തുറന്നു നോക്കിയതും മാമന്റെ ചെവിയിൽ ഒരു വെടിക്കെട്ട് പൊട്ടിയതും ഒരുമിച്ചായിരുന്നു. അത് പിന്നെ ആ മനുഷ്യന്റെ കയ്യിലിരിപ്പ് കാരണമല്ലേ? ഈശ്വര, പാവം മാമൻ. എനിക്ക് തോന്നുന്നത് മിക്കവാറും കേസ് കൊടുത്ത് കാണുമെന്നാ. അങ്ങനെയാണെങ്കിൽ അമ്മായിനെ പിടിക്കാൻ വേണ്ടി പോലീസ് ഇപ്പൊ വരും.
അയ്യോ വന്നു. ഇങ്ങനെ ഡോറുകൾ തുറക്കാൻ എന്റെ ജീവിതം ഇനിയും ബാക്കി. ഹലോ ലിയ. ഏ അതർവേ നീയായിരുന്നോ? യെസ്. ബൈ ദ വേ വർഷം ഉണ്ടോ അകത്ത്? ആ ഉണ്ട്. വർഷേ ദേ അതർ വന്നിരിക്കുന്നു. അതർ നീ എന്താ ഇവിടെ? എന്താ നീ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? ഞാൻ കുറച്ച് ബിസി ആയിരുന്നു അതാ. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഞാൻ വിളിച്ച ഉടനെ ഫസ്റ്റ് ബെല്ലിൽ തന്നെ എടുക്കണമെന്ന്. അയ്യോ പറഞ്ഞില്ലേ, ബിസി ആയി പോയി. കണ്ടോ നീ ഇപ്പൊ ഫോൺ എടുക്കാത്തോണ്ടാ ഞാൻ ഇവിടെ വരെ വരേണ്ടി വന്നത്. നിനക്ക് അവള് കോൾ ബാക്ക് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്താ പോരായിരുന്നോ? ഫോൺ എടുത്തായിരുന്നെങ്കിൽ കോൾ ബാക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ലല്ലോ. ഇവനെന്താ ഇത്ര പൊട്ടനായിരുന്നോ? ഓ മൈ ഗോഡ്, മൈ കെയറിങ് ഏട്ടായി. കേറി വാ, അകത്തിരുന്ന് മിണ്ടാ. കോളിംഗ് ബെല്ല് കേട്ടപ്പോ തന്നെ ഞാൻ ജ്യൂസ് ഉണ്ടാക്കാൻ അങ്ങനെ തുടങ്ങി. എന്നാ കുടിച്ചോളൂ. ഷോ, സുഷുവിന്റെ ഒരു കഴിവേ. എന്റെ അത്രയും എന്തായാലും കാണില്ല. അല്ലെങ്കിലും എന്റെ ഏട്ടായുടെ അത്രയും ആരും വരില്ല. ആ ജ്യൂസ് അങ്ങ് കുടിക്കുന്നേ. ഈ മണത്തിനെന്തോ ഒരു പന്തേടില്ലേ? അയ്യോ ഒരു കേടുമില്ല, ഫ്രഷ് സാധനമാ. അല്ല എന്നാലും ഒരെന്നാലും ഇല്ല, ഏട്ടായി കുടിക്ക്. എന്തുവാടാ ഇത്? എന്റെ സുഷു തന്നോട് വെറൈറ്റി വേണ്ടെന്നല്ലേടോ പറഞ്ഞേ. എന്ത് ചെയ്യാനാ, എന്റെ കുക്കിംഗ് സ്കിൽസ് ഒരു മീഡിയോക്കർ റെസിപ്പി ഫോളോ ചെയ്യാൻ അനുവദിക്കുന്നില്ല. കോൾഡ് കോഫി ചൈനീസ് ഫ്യൂഷൻ ട്രൈ ചെയ്തതാ. ഞാൻ ഒഴിച്ച സേഷൻ സോസും സോയ സോസ് കൂടി പോയി എന്ന് തോന്നുന്നു. വെയിറ്റ്, ജ്യൂസിൽ ഷെസ്വാൻ സോസോ? എന്താ വെറൈറ്റി അല്ലേ? ബോധം കെട്ട് വീണ് കാഞ്ഞു പോകാത്ത ഭാഗ്യം. നിങ്ങൾ എന്താ ഈ കശവശ ചെയ്യുന്നേ? ഒച്ചത്തിൽ പറ, ഞാനും കേൾക്കട്ടെ. ഏയ് അതൊന്നുമില്ല, കോംപ്ലിമെന്റ് ചെയ്തയാ. ഓ ഐ ലവ് കോംപ്ലിമെന്റ്സ്. ഇതൊക്കെ കുടിച്ചാ ആരായാലും ഒരു കടുങ്കൈ ചെയ്തു പോകും. കടും കയ്യോ? ഓ അയ്യോ, ഒരു കൈ കൊടുക്കുമെന്ന് പറഞ്ഞതാ. ഓ ഷെയ്ക്കണ്ട, അങ്ങനെ പറ സില്ലി മൊയിലാളി. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഞാൻ ഡിന്നറിന് വേണ്ടി ഒരു വെറൈറ്റി റെസിപ്പി ട്രൈ ചെയ്യാൻ പോവാ. എന്റെ സുഷു നീങ്ങ വന്നേ, എനിക്കൊരു കാര്യം വളരെ രഹസ്യമായിട്ട് പറയാനുണ്ട്. യെസ് മൊയിലാളി, എന്താണ് പറയൂ. അതെ, നീ നോർമൽ ഫുഡ് ഉണ്ടാക്കിയാൽ മതി. ഇവിടെ ഉള്ളവർക്ക് നിന്റെ എക്സ്ട്രാ ഓർഡിനറി ഫുഡ് കോംപ്രിഹെൻഡ് ചെയ്യാനുള്ള കഴിവില്ല. ഓ മൈ ഗോഡ്, സ്കിൽലെസ് പീപ്പിൾ. എന്ത് ചെയ്യാനാ, സാരമില്ല മൊയിലാളി, എനിക്ക് നിങ്ങളുടെ സങ്കടം മനസ്സിലാകും. പിന്നെ നീ എന്നെ ഇങ്ങനെ മൊയിലാളി മൊയിലാളി എന്ന് വിളിക്കണ്ട. സൂര്യാൻഷ് അല്ലെങ്കിൽ സൂര്യ, അങ്ങനെ എന്തെങ്കിലും വിളിച്ചാൽ മതി. ഓക്കെ ഐ മീൻ സൂര്യാൻഷ്. മൊയിലാളി ആയിരുന്നു കുറച്ചുകൂടി വിളിക്കാൻ സുഖം. Meanwhile, വർഷേ നിന്റെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ ഒരു ഫോളോവർ കൂടിയല്ലോ, ആരാ അത്? അത് പിന്നെ എന്റെ പണ്ട് സ്കൂളിൽ കൂടെ പഠിച്ച അർജുനാണ്. ഇതേതാ ഞാൻ അറിയാത്ത ഒരു അർജുൻ? അതിന് നിനക്ക് എന്റെ സ്കൂൾ മേറ്റ്സിനെ എല്ലാവരും അറിയൂ. അല്ല അവൻ എന്തിനാ ഇപ്പൊ നിനക്ക് റിക്വസ്റ്റ് ഇട്ടേ? ആ എനിക്കതെങ്ങനെ അറിയാനാ? മോളു, നമുക്ക് ഇങ്ങനത്തെ പഴയ കണക്ഷൻസ് ഒന്നും വേണ്ട. നീ അവൻ അൺഫോളോ ആക്ക്. അതെന്താ നീ അങ്ങനെ പറയണേ? പഴയ ക്ലാസ്മേറ്റ്സ് ഒക്കെ ആയിട്ട് കണക്ഷൻ വെക്കുന്നത് നല്ലതല്ലേ? അയ്യോ ചേച്ചിക്ക് അറിയാത്തോണ്ടാ. ഇവരുടെയൊക്കെ സ്വഭാവം ഇപ്പൊ എങ്ങനെയാ എന്താണെന്നും നമുക്കറിയില്ലല്ലോ. അതാ ഞാൻ അങ്ങനെ പറഞ്ഞേ. അയ്യോ, അർജുൻ നല്ല ചെറുക്കനാന്നേ. അവന്റെ കമ്പനിയൊക്കെ ടോപ്പ് 10 പൊസിഷൻസിലാ വരുന്നത്. ഓഹോ, അപ്പൊ നിനക്ക് അത്രയൊക്കെ ഡീറ്റെയിൽസ് അറിയാല്ലേ? എന്താ അതർവിത്, അവളുടെ പഴയ ഒരു ക്ലാസ്മേറ്റ് ആയിട്ട് മിണ്ടിയതിനാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അറിയാൻ ഞാൻ എന്റെ എക്സ്പീരിയൻസിന്റെ പുറത്ത് പറഞ്ഞതാ. പുറത്തുനിന്ന് നോക്കിയാൽ നല്ല മാന്യന്മാരായിരിക്കും, ബട്ട് റിയാലിറ്റി വളരെ മോശമായിരിക്കും. ഷോ, ഏട്ടായിട്ട് ഒരു കെയറിങ്. മോളും എന്നെ മനസ്സിലാക്കിയല്ലോ, അത് മതി എനിക്ക്. ഇനി നീ എത്രയും പെട്ടെന്ന് അവൻ അൺഫോളോ ആക്കി ബ്ലോക്ക് ചെയ്യും. അല്ല എന്നാലും ഇത് കുറച്ച് ഓവർ അല്ലേ? അയ്യോ, നിനക്ക് കിട്ടുന്ന ഫ്രീ കണ്ടന്റ് അല്ലേ? എത്രയും പെട്ടെന്ന് അടുത്ത എപ്പിസോഡ് എഴുതിക്കോ. ഇനി ഏട്ടത്തി ഞങ്ങളുടെ സ്റ്റോറി സ്ക്രിപ്റ്റ് ആക്കാൻ പോവാണോ? ഷോ, ഏട്ടായിട്ട് കെയറിങ് കാരണം ഏട്ടത്തിക്ക് ഒരു സ്ക്രിപ്റ്റ് കിട്ടി. ഏതൊരു ബോയ് ഫ്രണ്ട് ചെയ്യേണ്ട കടമയെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഓ സോ ഡൗൺ ടു എർത്ത്. ഞാൻ ആരെങ്കിലും അൺഫോളോ ചെയ്യണോ സൂര്യേട്ടാ? തൽക്കാലം വേണ്ട. ഇനി ഇവിടെ നിന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കും. മോളെ കീർത്തി, നിനക്ക് ചോറും കറിയൊക്കെ വെക്കാൻ അറിയോ? ഷോ നോക്കിയേ, മരുമോളെന്നാണോ? മോളെന്നല്ല എന്നെ മല്ലി വിളിച്ചത്. എനിക്കുണ്ടാക്കാനൊക്കെ അറിയാം, ബട്ട് ഞാൻ വളരെ ബിസി ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആയതുകൊണ്ട് എനിക്ക് അത്രയും ടൈമൊന്നും കിട്ടാറില്ല കുക്ക് ചെയ്യാനൊക്കെ. അല്ല എന്താ അമ്മായി ചോദിച്ചേ? അല്ല, ഞങ്ങളുടെ സൂര്യമോൻ പട്ടിണി കിടക്കോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചേ. ഈ ഞാൻ ഉള്ളിടത്തോളം കാലം എന്റെ മൊയിലാളി പട്ടിണിയാകില്ല അമ്മായി, പട്ടിണിയാവില്ല. വാവ് സുഷു, യു സേവ്ഡ് മൈ ഹബി ഫ്രം പട്ടിണി. താങ്ക് യു. ഷടാ, സ്വന്തം ഭാര്യയല്ലേ ചോറും കറിയും വെച്ച് കൊടുക്കണ്ടേ, അല്ലാതെ നീയാണോ ചെറുക്ക? എന്നോട് മൊയിലാളിയുടെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ മൊയിലാളിക്ക് ചോറും കറിയും ഒക്കെ വെക്കാൻ അറിയാവുന്ന. പിന്നെന്താ പ്രശ്നം? അയ്യോ, കല്യാണം കഴിഞ്ഞ പുരുഷന്മാര് ഭാര്യമാരുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചാലേ ആയുരാരോഗ്യ ഐശ്വര്യം വരുള്ളൂ. ഓ മൈ അമ്മായി, യുവർ മലയാളം സ്കിൽസ് ആർ ഇൻക്രെഡിബിൾ. എന്റെ നോട്ട്ബുക്കും പെന്നും എന്തേ? ഞാൻ ആ വരികളൊന്ന് ഒപ്പിയെടുക്കട്ടെ. കണ്ടോ, മോൾക്ക് കാര്യം മനസ്സിലായി. ഇനി മോള് ചെന്ന് രാത്രിക്കുള്ള ചോറും കറിയൊക്കെ വെക്ക് പെട്ടെന്ന്. അയ്യോ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഇപ്പൊ ഉണ്ടാക്കാൻ. റൈറ്റ് നൗ ഐ എം സോ ടയർഡ്. മൂത്തവർ പറയുന്നത് ധിക്കരിക്കുന്നു. എന്താ എന്താ ഇവിടെ നടക്കുന്നേ? ഈ വീട്ടില് ഒരു ഉത്തമയായ മരുമോള് വേണമെന്നായിരുന്നു എന്റെ നാട്ടിന്റെ ആഗ്രഹം. ബട്ട് ഇവൾക്ക് മൂത്തവര് പറഞ്ഞാൽ തീരെ അനുസരണയില്ല. ഏട്ടാ, അമ്മായി ഏട്ടത്തിയുടെ രാത്രിയിലത്തേക്കുള്ള ഫുഡ് വെക്കാൻ പറഞ്ഞു. അത്രേ ഉള്ളോ?
അല്ല സുഷു ഉണ്ടല്ലോ, അവൻ വെച്ചോളൂ. മരുമോളുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം തിന്നാൻ വേണ്ടിയാ ഞാൻ ഈ പറഞ്ഞേ. എന്റെ അമ്മായി അവൾക്കുണ്ടാക്കാൻ താല്പര്യമില്ലേ? അമ്മായിക്ക് എന്താ ഇത്ര നിർബന്ധം? ഇനിയിപ്പോ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയത് തിന്നേ പറ്റുള്ളൂ എന്നാണേ. ഞാൻ നാളെ രാവിലെ യൂട്യൂബ് നോക്കി എന്തെങ്കിലും ഉണ്ടാക്കാം. കീർത്തി, നീ ചുമ്മാ ഇരി. നിനക്ക് താല്പര്യമുണ്ടേ യു ക്യാൻ കുക്ക്. അല്ലാതെ നീ എന്തുകൊണ്ട് ചെറുക്ക ഈ പറയുന്ന കുടുംബത്തിന്റെ സംസ്കാരം? ദേ എല്ലാവരോടും കൂടിയിട്ടാ രാത്രി സുഷു ഫുഡ് ഉണ്ടാക്കും. വേണ്ടവർക്ക് തിന്നാം, ബാക്കിയുള്ളവർ പട്ടിണി കിടക്കുക സ്വയം ഉണ്ടാക്കി തിന്നെ എന്താന്ന് വെച്ചാൽ ചെയ്യാം. കീർത്തി, നീ റൂമിലോട്ട് വാ. എന്നാലും അവൻ അങ്ങനെ പറയരുതായിരുന്നു. ഇതൊക്കെ നമുക്ക് അവൻ്റെ അമ്മേനെ വിളിച്ച് പറയണം. ആ പെണ്ണ് ഓരോന്നും പറഞ്ഞ് മയക്കി വെച്ചിരിക്കുക അവനെ. അല്ലെങ്കിൽ തന്നെ വീട്ടിൽ വന്നു ചേർന്ന് പെമ്പിള്ളാര് നേരല്ലെങ്കിൽ പിന്നെ ആ കുടുംബത്തിന്റെ സമാധാനം മൊത്തത്തെ അങ്ങ് തെറ്റും. അത് നീ പറഞ്ഞത് നേരാ. നീ അറിഞ്ഞോ മഞ്ജു, ആ ലളിതയുടെ മരുമോള് സോഷ്യൽ മീഡിയയിൽ എന്തോ അവളുടെ മോനെ പറ്റി ഇട്ട് വൈറലാക്കി. ഇപ്പൊ അവന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാന്നാ കേട്ടെ. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ പെമ്പിള്ളാരെയൊക്കെ എന്ത് വിശ്വസിച്ചാ വീട്ടിൽ കയറ്റണ്ടേ? കുടുംബം നാറ്റിക്കില്ലേ? 2 അമ്മായിമാർസ് കൂടി ഏട്ടത്തിയുടെ കുറ്റം പറച്ചിലാണോ? ഒന്ന് പോടി, ഞങ്ങൾ അങ്ങനെ പറയൂ? ആ, നിങ്ങളെ പറയൂ. മോളുടെ ഒരു തമാശേ. എന്റെ മല്ലി, നീ ബാക്കി പറ. എന്താണ് ഡിസ്കഷൻ? ലളിതയുടെ മരുമോളെ പറ്റിയാ. അവൾ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ എങ്ങാണ്ട് അവളുടെ ഭർത്താവിന് അവിഹിതമുണ്ട്, അവൾ അത് കൈയോടെ പൊക്കി എന്നൊക്കെ തെളിവ് സഹിതം വിട്ടു. അരെ വാ, അത് സൂപ്പർ ആയിട്ടുണ്ട്. നീ എന്തു വഴി കൊച്ചി പറയുന്നേ? അവരുടെ കുടുംബത്തിൽ നാണക്കേടല്ലയോ? ഇതൊക്കെ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്തോ അമ്മ ഇത്? എക്സ്ട്രാ മാരിറ്റൽ അഫയർ ഉണ്ടായതും പോരാ, അതിനി പറഞ്ഞു തീർക്കണമെന്നോ? നീ ചെറിയ കൊച്ചായോണ്ട് ഇതൊക്കെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഒന്നുമില്ലേലും സ്വന്തം ഭർത്താവല്ലേ, ഒരു അബദ്ധം പറ്റിയതെന്ന് കരുതി അങ്ങോട്ട് വിട്ട് കളയണം. എക്സാക്ട്ലി, അതല്ലേ ഹീറോയിസം. അടുത്ത വട്ടം അമ്മായി ഹസ്ബൻഡിനെയും കൂട്ടി വരണം. പുള്ളിക്കാരന്റെ കണ്ണ് എനിക്ക് പറയണം, എക്സ്ട്രാ മാരിറ്റൽ അഫയർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തങ്കപ്പെട്ട വൈഫിനെയാണല്ലോ അങ്കിൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന്. ഇവനെ എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. ഷേടാ, ഞാൻ നിങ്ങളുടെ ഐഡിയ സൂപ്പർ ആണെന്നല്ല പറഞ്ഞേ. എന്താ ഇവിടെ ഒരു ചർച്ച? ഏട്ടായി, ഈ അമ്മായി പറയുക എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഇസ് നോർമൽ എന്ന്. ആൻഡ് ഒരു പെൺകുട്ടി അതൊക്കെ ക്ഷമിച്ച് ഭർത്താവിന്റെ ഒപ്പം നിൽക്കണമെന്ന്. മോളു, അമ്മായി പറഞ്ഞതിൽ എന്താ കുഴപ്പം? Man has plenty of distractions, you know. അങ്ങനെ ഒരു അബദ്ധം പറ്റിയാൽ അവന്റെ ഭാര്യയല്ലേ അവനെ നേർവഴിക്ക് കൊണ്ടുവരണ്ടേ? വേണം വേണം, ചേട്ടന് ഞാനൊരു സർബത്ത് തരാം. നെല്ലിക്കയുടെ ബുദ്ധി വളർച്ചയ്ക്ക് ബെസ്റ്റ് ആണെന്നേ, പിന്നെ പ്രാന്തരം നല്ലതാ. നീ എന്തിനാ അത് അങ്ങനെ പറഞ്ഞ്? അയ്യോ, ഞാൻ കുറച്ച് എക്സ്ട്രാ ഇൻഫോർമേറ്റീവ് ഫാക്ട്സ് പറഞ്ഞതാ. ഓ, ഞാൻ ചുമ്മാ തെറ്റിദ്ധരിച്ചു.